ഇനി നമ്മൾ ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലേക്ക് പോയാൽ കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്നാണ് ഉമാ തോമസ് MLA ഇന്നലെ വീണത്. MLAയുടെ ആരോഗ്യനില വിലയിരുത്താൻ ഇന്ന് രാവിലെ 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഉമാ തോമസിനെ ഉടൻ തന്നെ CT സ്കാനിന് വിധേയമാക്കും. രക്തസമ്മർദ്ദത്തിൽ വ്യത്യാസം കാണുന്നുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. സഹിൻ ആന്റണിയുണ്ട് ആശുപത്രിക്ക് മുന്നിൽ നിന്ന്. സഹിൻ, ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് എന്താണ്? ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ നമുക്ക് എത്ര മണിയോടുകൂടി പ്രതീക്ഷിക്കാം? ഡോക്ടർമാർ അവസാനമായി പറയുന്നത് ഇന്നലെ 24 മണിക്കൂർ നിരീക്ഷണം പറഞ്ഞിരുന്നു. ഇന്ന് ഡോക്ടർമാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണോ? ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ടോ? സേതു, ഈ ഡോക്ടർമാരുടെ സംഘത്തിൽ നമ്മളുടെ സുഹൃത്തുക്കളുമുണ്ട്. അവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണിത്. ഇതൊരു ഔദ്യോഗികമായ വിവരമായിട്ട് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. 10 മണിയോടുകൂടി ആദ്യം മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും. അതിനുശേഷം 11 മണിയോടുകൂടി ആയിരിക്കും ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണുക. അപ്പോൾ മാത്രമേ ഇത് ഔദ്യോഗികമായി പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫോണിൽ അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഇത്. അത് പ്രത്യേകം എടുത്തു പറയുകയാണ്. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുസരിച്ചാണെങ്കിൽ 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരുമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന് ശേഷം സ്ഥിതിഗതികൾ അവർ അവലോകനം ചെയ്യും. കൂടാതെ അല്പസമയത്തിനകം ഉമാ തോമസിനെ CT സ്കാനിന് വിധേയമാക്കും. അല്പനേരം മുൻപ് CT സ്കാനിന് വിധേയമാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ രക്തസമ്മർദ്ദത്തിൽ കാര്യമായ വ്യതിയാനമുണ്ട്. അതുകൊണ്ട് തന്നെ CT സ്കാൻ ഇപ്പോൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇന്നലത്തെ അവസ്ഥയിൽ നിന്നും വലിയ പുരോഗതിയൊന്നും ഈ ഘട്ടം വരെയും കാണുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഡോക്ടർമാർ പറയുന്നത് തലച്ചോറിനേറ്റ ക്ഷതം, അതാണ് ഡോക്ടർമാരെ അലട്ടുന്നത്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു 8 പോയിന്റിൽ താഴെയാണ് ഇപ്പോഴുള്ള സ്ഥിതി എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ 9 കൂടുതലോ ആയിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഈ 8 പോയിന്റിൽ താഴെ നിൽക്കുന്നത് കൊണ്ട് എത്ര നാൾ വേണ്ടി വരും റിക്കവർ ചെയ്ത് പുറത്തേക്ക് വരാൻ എന്നുള്ളത് ഒരു ഉറപ്പ് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഡോക്ടർമാർക്കുള്ളത്. അതേസമയം വാരിയലുകൾക്കേറ്റ ക്ഷതം, ആ ക്ഷതം അവർ കാര്യമായി തന്നെ എടുക്കുന്നില്ല. കാരണം അത് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ ഡോക്ടർമാർക്കുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ആ രക്തസ്രാവം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. മുഖത്ത് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മുഖത്തെ എല്ലുകൾക്ക് പരിക്കുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മറ്റൊന്ന്, ഈ ഉമാ തോമസ് രക്തം കട്ടപിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ വലിയ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളത് ഡോക്ടർമാർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. 10 മണിക്ക് എന്തായാലും മെഡിക്കൽ ബോർഡിൻ്റെ യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലച്ചോറിനേറ്റ ക്ഷതം തന്നെയാണ് ഡോക്ടർമാരെ വലിയ രീതിയിൽ അവരെ സമ്മർദ്ദത്തിലാക്കുന്നത്. അവർ പറയുന്ന ചില കാരണങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ ഇത് റിക്കവർ ചെയ്ത് പുറത്തേക്ക് വരാൻ എത്ര നാളെടുക്കുമെന്നുള്ളതിൽ ഡോക്ടർമാർക്ക് ചില ഉറപ്പുകൾ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉറപ്പുകൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് തലച്ചോറിൽ ഉമാ MLAക്ക് തലച്ചോറിൽ പറ്റിയിരിക്കുന്നത് ഗ്രേഡ് 2 പറ്റിയ ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചറിയാണ്. ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചറി സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് പുറത്തേക്ക് പോരേണ്ടതാണ്, അല്ലെങ്കിൽ ആ അവസ്ഥ തരണം ചെയ്ത് പുറത്തേക്ക് പോരേണ്ടതാണ്. പക്ഷേ ഉമാ തോമസിൻ്റെ നിലവിലെ അവസ്ഥയിൽ അത് എത്ര നാൾ എടുക്കുമെന്നുള്ളത് ഡോക്ടർമാർക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രക്തസമ്മർദ്ദം ഉള്ളതുകൊണ്ട് CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ്. സേതു. ശരി സഹിൻ, ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സഹിൻ ആന്റണി നൽകിയത്. സഹിൻ തുടരുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്തയുടെ കൂടി വിശദാംശം സഹിനിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട ഈ മൃദംഗ വിഷൻ പരിപാടിയുടെ പേരിൽ നടത്തിയത് വ്യാപക പിരിവെന്ന പരാതി വരികയാണ്. സംഘാടകർ 1 കോടിയിലധികം രൂപ പിരിച്ചിരിക്കുന്നു. ഒരു കുട്ടിയിൽ നിന്നും പിരിച്ചത് 2000 രൂപയാണ്. അങ്ങനെ 12,000 കുട്ടികളിൽ നിന്നായി പണം പിരിച്ചിട്ടുണ്ട്. കാഴ്ചക്കാർക്ക് 140 മുതൽ 300 രൂപ വരെ ടിക്കറ്റും ആവശ്യമായിരുന്നു എന്ന് രക്ഷിതാവ് ബിജി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. മാഡം, ഞാൻ ചോദിച്ചത് ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് പണം കൊടുക്കേണ്ടി വന്നിരുന്നോ? 2000
രൂപയാണ് ഒരു കുട്ടിയോട് പിരിച്ചത്. ഇതൊരു 6 മാസം മുമ്പാണ് നമ്മുടെ കുട്ടി പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ നിന്ന് വിളിച്ച് നമ്മൾ ചേർത്ത സമയത്ത് അവരിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. 2000 രൂപ ഒരു കുട്ടിയോട് വാങ്ങിയത് കൂടാതെ തന്നെ നമുക്ക് നല്ല ഭാരിച്ച ചെലവ് വന്നു. അതായത് ഈ 2000 രൂപയിൽ കുട്ടിയുടെ ഒരു ഫെസിലിറ്റിയോ ഒന്നും ഇൻക്ലൂഡിങ് അല്ല. ഇവർക്ക് ആകെ ഒരു ബിസ്ക്കറ്റും 2 ബിസ്ക്കറ്റും ഒരു ജ്യൂസും ആണ് അവിടെ കഴിക്കാൻ പോലും കൊടുത്തത്. നിങ്ങൾ ഇത് ആർക്കാണ് ഈ പണം കൊടുക്കേണ്ടിയിരുന്നത്? ഈ പണം കൊടുത്തത് നമ്മള് ടീച്ചേഴ്സിനാണ് അയച്ചു കൊടുത്തത്. ആക്ച്വലി കുട്ടിയുടെ പേരന്റ് അത് കാണണമെങ്കിൽ പോലും അവരും ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഓ, എത്ര രൂപയായിരുന്നത്? ആദ്യത്തെ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 200 രൂപയോ 149 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് എടുക്കണമായിരുന്നു. എങ്ങനെയാണ് അവരെ പോലുള്ളവർക്കൊക്കെ ഇത്രയും പൈസ വാങ്ങി കുട്ടികളുടെ പരിപാടി സംഘടിപ്പിക്കാൻ ആരാണ് അനുമതി കൊടുത്തത് എന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വലി ഞാനിതൊരു ഗവൺമെന്റ് പ്രോഗ്രാം ആയിരിക്കും, കേരളം പ്രതിനിധീകരിക്കുന്ന ഒരൊറ്റ കാരണത്താലാണ് ഞാൻ വിട്ടത്. പക്ഷെ ഞാൻ ഇന്നലെയുള്ള കഴിഞ്ഞുള്ള ഇതില് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു വ്യക്തികളാണ്, ഇത്രയും പൈസ ഇവർ എന്ത് ചെയ്തു, ഇതിനൊക്കെ കണക്കുണ്ടോ, മാത്രമല്ല ടിക്കറ്റ് ബുക്ക് മൈ ഷോ വഴി അവരുടെ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. ഒരു 12,000 കുട്ടികൾ പങ്കെടുത്തു. ഒരു കുട്ടിയിൽ നിന്ന് 2,000 രൂപ, അതായത് 2,40,00,000 രൂപ ഈ കുട്ടികളുടെ ഇനത്തിൽ നിന്ന് തന്നെ സംഘാടകർ പിരിച്ചെടുത്തു. പിന്നീട് ഈ 12,000 കുട്ടികളുടെ അച്ഛൻ, അമ്മ, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു 5 പേരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ നിന്നും കിട്ടുന്നു കോടികൾ, പിന്നെ കാഴ്ചക്കാരായി വരുന്ന ആളുകൾ. അങ്ങനെ ഇത് വ്യാപക ക്രമക്കേടല്ല സഹിൻ, ഇത് കേരളം കണ്ട വലിയൊരു തട്ടിപ്പാണ്. ഇത് ഇവിടുത്തെ അധികാരികൾ അറിയാതെ പോയി എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷ എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് ചോദ്യം ചെയ്യുന്ന ഘടകവും. അതുതന്നെയാണ് സേതു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പരിപാടിയുടെ പേരിൽ നടന്നിരിക്കുന്ന തട്ടിപ്പ് അത് സംഘാടകർ മാത്രം നടത്തിയാൽ നമ്മൾക്ക് അതൊരു വലിയ തട്ടിപ്പാണ്, സംഘാടകർ മാത്രം നടത്തിയത്. പക്ഷേ ഇതിൽ നമ്മളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന മറ്റൊരു വിഷയം ഈ കുട്ടികളിൽ നിന്ന് സ്കൂളുകളും പണം തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പരിപാടിയുടെ പേരിൽ 5,000 രൂപ വരെ വാങ്ങിയ സ്കൂളുകളുണ്ട്. സംഘാടകർക്ക് നൽകേണ്ടിയിരുന്നത് 2,000 രൂപയാണ്, ശേഷിക്കുന്ന 3,000 രൂപ സ്കൂളുകളാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ വലിയ ഒരു തട്ടിപ്പ് കുട്ടികളെ വെച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഒരു കുട്ടിയോട് അവർ വാഗ്ദാനം ചെയ്യുന്നത് ഗിന്നസ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്, ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകും, 5,000 രൂപ 2,000 രൂപ എന്നുള്ള രീതിയിലാണ് പിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംഘാടകർ കുട്ടികൾക്ക് ഗിന്നസ് ബുക്ക് നൽകാം, ഗിന്നസ് ബുക്കിൽ ഇടം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് 2,000 രൂപയാണ് സംഘാടകർ വാങ്ങിയിരിക്കുന്നത്. സ്കൂളുകൾ അത് 5,000 രൂപ വരെ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല സേതു പറഞ്ഞതിൽ ഇത് കാണാൻ കയറുന്ന ആളുകൾ, അത് അച്ഛനുണ്ടാകാം, അമ്മയുണ്ടാകാം, മറ്റൊരു കാര്യം ഇപ്പൊ നമുക്ക് ന്യൂസ് മലയാളത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നമ്മുടെ PCR നിജിലിന്റെ ഏറ്റവും അടുത്ത ബന്ധു, എനിക്ക് തോന്നുന്നു നിതിലിന്റെ സഹോദരിയുടെ കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുഞ്ഞ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇന്നലെ. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് 3,500 രൂപയാണ് വാങ്ങിയത്. അതുതന്നെയാണ് സേതു. സ്കൂളുകളും വലിയൊരു തട്ടിപ്പ് ഇതിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്കൂളുകൾ തട്ടിച്ചത് ആരും അറിയില്ല എന്നായിരിക്കും സ്കൂളുകളൊക്കെ വിചാരിച്ചിട്ടുണ്ടാകുക. എന്തായാലും സംഘാടകർ തട്ടിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നു, സ്കൂളുകൾ തട്ടിയ വിവരവും പുറത്തു വന്നിട്ടുണ്ടാകും, രക്ഷിതാക്കളൊക്കെ ഇത് അറിഞ്ഞിട്ടും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിലാരും മാന്യന്മാരല്ല, എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ വലിയ പിരിവുകൾ ഇതിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തിയതാകട്ടെ സംസ്ഥാനത്തെ മന്ത്രിയെയും ജനപ്രതിനിധികളെയും. മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയായി മന്ത്രിയുടെ പോസ്റ്ററും ഒപ്പം തന്നെ ഫോട്ടോയും എല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ വ്യാപക പിരിവ് നടത്തിയിരിക്കുന്നത്. മന്ത്രി പങ്കെടുക്കുന്നു, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു. സ്വാഭാവികമായും ആരും സംശയം തോന്നില്ല, അല്ലെങ്കിൽ ആർക്കും ഇത്തരത്തിലൊരു ഒരു പരാതി പോലും ഉയർന്നു വരില്ല. കാരണം മന്ത്രിയും ജനപ്രതിനിധിയും എല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അതുകൊണ്ട് ആർക്കും സംശയമോ അല്ലെങ്കിൽ പരാതിയോ ഉണ്ടാകില്ല. മാത്രമല്ല ഇതൊരു സർക്കാർ ഈവൻ്റാക്കി മാറ്റാനും കഴിയും. എന്തായാലും ഇതൊരു പ്രൈവറ്റ് ടീം അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ, ഏതാനും ചില സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ, ദിവ്യ ഉണ്ണിയെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഇന്നലെ ഇവിടെ നൃത്തം ചെയ്തത്. ഇവർക്കൊക്കെ ഇതിലെന്താണ് പങ്കുള്ളത് എന്നുള്ളത് ദിവ്യ ഉണ്ണിയെ പോലുള്ള ആളുകൾ തന്നെ വ്യക്തമാക്കണം. കാരണം ഇവരൊക്കെയാണല്ലോ പത്രസമ്മേളനങ്ങളും വാർത്താ സമ്മേളനങ്ങളും എല്ലാം നടത്തിയത്. ഇത് വ്യാപകമായ ഒരു പിരിവായിരുന്നു ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. നേരത്തെ സേതു പറഞ്ഞതിൽ കുട്ടികളിൽ നിന്നും സംഘാടകരിൽ നിന്നും പിരിച്ചെടുത്ത പണത്തിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ. ഇനി വസ്ത്ര വ്യാപാരശാലകളുണ്ട്, ആഭരണശാലകളുണ്ട്, അവിടെ നിന്നെല്ലാം ജോയി ആലുക്കാസും ഒപ്പം തന്നെ കല്യാൺ സിൽക്സും എല്ലാം ഇതിൽ പണം കൊടുത്തിട്ടുണ്ട്, അവരുടെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ എല്ലാം ബാനറിലായിരുന്നു ഈ പറയുന്ന പരിപാടി നടത്തിയിരുന്നത്. 12,000 പേരിൽ. ഇതിൽ മനുഷ്യത്വരഹിതമെന്ന് പറയുന്നത്
ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് അതിൽ പങ്കെടുത്ത രക്ഷിതാക്കളാണ്, അല്ലെങ്കിൽ ഇതിൽ ഭാഗമാകേണ്ടി വന്ന രക്ഷിതാക്കളാണ് പറയുന്നത്. ഇതിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഉമാ തോമസ് MLA ആ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് വീണു. പണം വാങ്ങിയത് കൊണ്ട് മാത്രം ഈ പരിപാടിയൊന്നും നിർത്തിയില്ല. താഴേക്ക് വീണവർ വീഴട്ടെ, പരിപാടി നടന്നോട്ടെ എന്നുള്ളതായിരുന്നു. ഗിന്നസ് ബുക്കാണല്ലോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് 2000 രൂപയും മേടിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പരിപാടി നിർത്താതിരിക്കാൻ പറ്റില്ല. പരിപാടി നടന്നു പോവുകയും ചെയ്തു. ഈ പണം വാഗ്ദാനം ചെയ്ത് വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പ് പുറത്തു വരേണ്ടതാണ്, സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ഒരു കുട്ടിയിൽ നിന്നും 2000 രൂപ വെച്ച് വാങ്ങുമ്പോൾ ഇത്രയും 12,000 കുട്ടികളാണ്. 2,40,00,000 രൂപ ആ കണക്കിൽ മാത്രം പിരിഞ്ഞു കിട്ടി. ഇനി ഇത് കാണാനെത്തുന്ന ആളുകൾ ഒരാൾ 150 രൂപ മുതൽ 300 രൂപ വരെ നൽകേണ്ടി വരും. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് 4 or 5 പേർ വന്നു കഴിഞ്ഞാൽ 1000 രൂപ ഏറ്റവും കുറഞ്ഞത് ഒരു കുടുംബത്തിൽ നിന്ന് വീഴും. അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 1,20,00,000 രൂപ അവിടെയും പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടാകും. പിന്നെ വസ്ത്രവ്യാപാരശാലകൾ, കല്യാൺ സിൽക്സും ജോയ് ആലുക്കാസും തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പണം വേറെ വന്നിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പിരിവ്, കാര്യമായ പിരിവ് ഇവിടെ നടന്നിട്ടുണ്ട്. ആ പിരിവ് മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം മന്ത്രിയെയും MLAയും സർക്കാർ പ്രതിനിധികളെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടന്ന ഒരു മനുഷ്യനെ പച്ചയ്ക്ക് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അത്തരത്തിലൊരു വലിയ തട്ടിപ്പാണ് ഈ പരിപാടിയുടെ മറവിൽ അരങ്ങേറിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ശരി സഹിൻ, ഇന്നലെ കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ, ഈ മൃദംഗനാഥം മൃദംഗ വിഷൻ പരിപാടിയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് സഹിൻ ആന്റണി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.